മുതലപ്പുഴി ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. മുതലപ്പുഴയിലെ മണൽ നീക്കം വേഗത്തിലാക്കുക ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. DCC ജനറൽ സെക്രട്ടറി MG ആനന്ദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ചിറയൻകീഴ് ശാർക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മുതലപ്പുഴി ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. മുതലപ്പുഴി മണൽ നീക്കം വേഗത്തിലാക്കുക, അഴിമുഖത്തെ ലൈറ്റിംഗ് സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുക, രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബോട്ട് സംവിധാനം ഒരുക്കുക, CWPRS വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്യുക തുടങ്ങിയവയാണ് സമരക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ. 6 ലൈറ്റുകൾ, വഴിവിളക്കുകൾ മത്സ്യത്തൊഴിലാളികളും ആൾക്ക് ഈ അടിമുഖത്തു നിന്നും ഹാർബറിലേക്ക് കയറുന്നിടത്തേക്ക് വെക്കുമെന്ന് ഉറപ്പ് തന്നിരുന്നു. എന്നാൽ 7 മാസം പിന്നിടുമ്പോൾ 2 ലൈറ്റുകളാണ് ഇതിനോടകം തന്നെ അവിടെ വെക്കുവാൻ തയ്യാറായിട്ടുള്ളത്. 24 മണിക്കൂറും ഈ ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആംബുലൻസും അതിൻ്റെ ഡ്രൈവറുടെ സേവനവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. റെസ്ക്യൂ ബോട്ടുകളുടെ സേവനം 3 ബോട്ടുകളുടെ സേവനം ഉറപ്പാക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഒരു ബോട്ട് പോലും ഇന്നിവിടെ ഇല്ലാത്ത സാഹചര്യമാണ് ഇന്നിവിടെ ഉള്ളത്. പ്രതിഷേധം കണക്കിലെടുത്ത് 5 തെങ്ങ് പോലീസും കോസ്റ്റൽ പോലീസും സ്ഥലത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി പ്രവർത്തകർ ചർച്ച നടത്തി. തുടർന്ന് ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ നടപടികളുണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ ഉപരോധം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.